കഴിഞ്ഞ ദിവസം ഞാൻ മോഹിനിയാട്ടം ഭരതനാട്യം 2 എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല. എന്തപ്പോൾ ഭരതനാട്യം എന്തോ അങ്ങനത്തെ സിനിമ ആയിരിക്കും എന്ന് വിചാരിച്ചു. നല്ല ചിരിപ്പാടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ചിരിക്കാനാണല്ലോ നമുക്ക് പോകേണ്ടത്. ഞാനത് കാണാൻ പോയി. സംഗതി ശരിയാണ്, നന്നായി ചിരിയുണ്ടായിരുന്നു. ഈ ചിരിയേക്കാൾ ഉപരി എനിക്ക് അതിലെ വില്ലൻ കഥാപാത്രത്തെയാണ് ഞാൻ പ്രത്യേകിച്ച് നോട്ടീസ് ചെയ്തത്. കാരണം ഈ വില്ലൻ കഥാപാത്രന്മാർ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പേരുണ്ട്. വളരെ സോപ്പടിച്ച് സുഖിപ്പിച്ച് നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ പണം വാങ്ങിയിട്ട് ആ പണം കൊണ്ട് ഗെയിം കളിച്ച് അവരുടെ ദാരിദ്ര്യം നിർത്താനും അവർക്ക് പണം സമ്പാദിക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, ശാന്തരും നിശബ്ദരുമായിട്ട് ഇത്തരം വില്ലന്മാർ നമ്മളൊക്കെ ജീവിതത്തിലുണ്ട്. ഞാൻ ചിന്തിച്ചു പോയത്, ആ മനുഷ്യനെ കണ്ടപ്പം ഇന്നും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്ന, വീട്ടിൽ പോയി മുട്ടിക്കഴിഞ്ഞാൽ തുറക്കാത്ത വാതിലുകൾ, അടച്ചു വെച്ച വാതിലുകളും വെച്ചിരിക്കുന്ന കള്ളനാണ്. അയാളെ മോന്ത നോക്കിയാൽ അറിയാം കള്ളലക്ഷണം ഉണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ പലരും ഓർമ്മപ്പെടുത്തിയിട്ട് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, ഇന്നും കേസും ഉടായിപ്പുമായി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ്റെ രൂപമാണ്. അയാളൊന്ന് തല്ലിക്കൊല്ലാൻ ഉള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഒരുപാട് മനുഷ്യന്മാർ. ഈ സിനിമയിൽ ആ വില്ലനെ കണ്ടാലും അങ്ങനെ തന്നെ തോന്നും. കാരണം ഒരുപാട് മനുഷ്യന്മാരെ പറ്റിച്ചിട്ടുണ്ടാവും. ഈ പറ്റിച്ച മനുഷ്യന്മാർക്ക് അവരധ്വാനിച്ചുണ്ടാക്കിയ പണത്തെ സുഖിപ്പിക്കുന്ന വാക്കുകളും ആത്മബന്ധങ്ങളും ബ്ലാക്ക് മാജിക്കുമൊക്കെ കാണിച്ച്, ഡാർക്ക് സൈക്കോളജിയൊക്കെ അപ്ലൈ ചെയ്ത് സുഖിപ്പിച്ച് കയ്യിലാക്കി കൊണ്ടുപോയിച്ചപ്പോൾ പിന്നെ ആവശ്യം വരുമ്പോൾ തിരികെ തരാതിരിക്കുമ്പം വല്ലാത്തൊരു ദേഷ്യം പലരെ മനസ്സിലുണ്ടാവും. ഈ സിനിമയിലെ വില്ലനും അത് തന്നെയാണ്. അദ്ദേഹം പോയി പറഞ്ഞതിന് ഒരു വിഷമം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പോലുമില്ല. ഇത്തരം പറ്റിക്കുന്ന ആൾക്കാരെ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ കുടുംബ ജീവിതത്തിൽ ഇത് തന്നെ ആയിരിക്കും. സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവരുടെ അന്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശം തന്നെ ആയിരിക്കും. ഇന്ന് എന്നെ പറ്റിച്ചിരിക്കുന്ന ആ മനുഷ്യന് വീട്ടിലേക്കൊന്ന് സ്വസ്ഥമായിട്ട് വരാൻ പറ്റില്ല, നാട്ടിലൂടെ സ്വസ്ഥമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റില്ല, ഏതോ ദൂരദേശങ്ങളിൽ പോയി വിരസിച്ച് നടക്കുകയാണ്. ഇതിനിടയിൽ തന്നെ അദ്ദേഹം ഒരുപാട് മനുഷ്യരെ കൊല ചെയ്ത് കഴിഞ്ഞു. മാനസിക സമ്മർദ്ദങ്ങളിലൂടെ ആയുധങ്ങൾ നൽകുക എന്നുള്ളതും ഒരു കൊലപാതകമാണ്. പണം വാങ്ങിയിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ ചോദിച്ച് തിരിച്ചു തരാതെ ഇരിക്കുമ്പം അതോടൊപ്പം മാനസിക സമ്മർദ്ദങ്ങളുടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഈ നിക്ഷേപിച്ച മനുഷ്യന്മാരിലൊക്കെ വരും നിക്ഷേപിക്കും. അത് പിന്നീട് പല ആരോഗ്യ പ്രശ്നങ്ങളുമായി അതിലൂടെ ഹൃദയാഘാതമൊക്കെ ഉണ്ടാക്കി മരിച്ചുപോയ ഇദ്ദേഹം പണം വാങ്ങിയ വ്യക്തികളെ എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത് കൊലപാതകങ്ങളും ചെയ്ത മനുഷ്യൻ. ഇന്ന് ഇദ്ദേഹം പണം വാങ്ങിയ മനുഷ്യരുടെ ഒക്കെ കയ്യിൽ ഇതേ ഒരു അവസ്ഥയായിരിക്കും ഇദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടാവുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളതുപോലെ ട്രാപ്പുകളിൽ നമ്മൾ പെട്ടുപോകരുത്. നമ്മൾ മറ്റു മനുഷ്യന്മാരുടെ അടുത്ത് പണം വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ആ പണവും അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ബിസിനസ് അതിൻ്റെ ഗ്രോത്തും കറക്റ്റ് സന്തോഷത്തോടെ നമ്മൾ കൊടുക്കണം. അതാണ് അതിൻ്റെ മാന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുക, വിഷമിപ്പിക്കുക, ജീവിതകാലം മുഴുവനും അവർക്ക് സമ്മർദ്ദങ്ങൾ നൽകുക, അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. തീർച്ചയായിട്ടും ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ നല്ലൊരു സിനിമ കണ്ട സംതൃപ്തി എന്ന് മാത്രമല്ല, നമുക്ക് പറയാനുള്ള എന്തൊക്കെയോ ആ ഡയറക്ടർ കൂടി പറഞ്ഞു എന്നുള്ളതാണ് എന്നിൽ ഇപ്പോൾ ബാക്കിയാക്കുന്നത്.